Dear children, here is our next chapter, Structural Organization in Animals. We can see a systematic arrangement of cells, tissues, organ systems in an organism. And when the comparative studies done among the cells of different organisms or tissues or organ systems that provide an easy understanding of the evolutionary trend that exhibited among them. That is, from a simple organism, the pattern is higher level organization is present in higher animals that we studied in systematics. And these are different type of cells organized to tissues, and how the tissues are organized into organ. These all things we can study in this chapter, the structural organization in animals. പല ജീവികളുടെ ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, ബേസിക് സ്ട്രക്ചർ എന്താണ്? എല്ലാ ജീവികൾക്കും സെല്ലാണ്. ആ സെല്ലുകൾ പലതരത്തിൽ കൂടിച്ചേരുമ്പോൾ ടിഷ്യൂ കൂടിച്ചേർന്ന് ഓർഗൻ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാം. അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റംസ്, വി ക്യാൻ കമ്പയർ ദ ഓർഗൻ സിസ്റ്റംസ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ്. അപ്പൊ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു എവല്യൂഷണറി ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഇത് അമീബ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. ഇതില് യു ക്യാൻ സീ സിംഗിൾ സെൽ itself do all the processes, life processes, digestion, nutrition, respiration, excretion, അങ്ങനെ ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ട എല്ലാ ലൈഫ് പ്രോസസ്സും this single cell amoeba do by itself. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? by division of labor. What is division of labor? നമ്മളിപ്പോ ഒരു സ്കൂളിലായാലും ഒരു ക്ലാസ് റൂമിലായാലും അല്ലെ നമ്മൾ ചെയ്യില്ലേ, the all work process are divided into number of tasks. എന്നിട്ട് ഓരോ ടാസ്കും ഓരോരോ ഗ്രൂപ്പുകാർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഈസി ഡൂയിങ് ആയിരിക്കും. അപ്പോൾ അതുവഴി എന്തുണ്ടാവും? നല്ല ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു ജീവിയായാലും ഒരു സെല്ലാണെങ്കിൽ പോലും അതിനകത്ത് ഒരു എന്താണ്, അതിലെ ലൈഫ് പ്രോസസ്സസ് ഒക്കെ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് ടാസ്ക് ആൻഡ് ദേ ആർ പെർഫോംഡ് ബൈ ഡിഫറെന്റ് ഓർഗനൽസ്. അപ്പൊ ഇവിടെ that division of labor is present at organelle level. എന്തിനാണ് അങ്ങനെ division of labor ഉള്ളത്? that increase the efficiency and better survival of organism. അപ്പൊ വലിയ ജീവികളിലാവുമ്പോൾ, അതായത് മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിൽ, that division of labor is more efficient, more systematic pattern, and that the organism can better survive. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. The unicellular organism survive with the division of labor. എങ്ങനെയാണ്? ഫുഡ് ക്യാപ്ചറിങ് ബൈ സ്യൂഡോപോഡിയ. അത് ഫുഡ് എടുക്കും, ആ ഫുഡ് എൻ്റർ ഇൻ ടു ദ ഫുഡ് വാക്യൂൾ, ആൻഡ് ന്യൂട്രിഷൻ, ഫർദർ ന്യൂട്രിഷൻ carried out with the food vacuole. And you can see the nucleus at the center perform all the, regulate all the activities of the organelles. എല്ലാവരെയും നിയന്ത്രിക്കാനായിട്ടൊരു ന്യൂക്ലിയസ്. then contractile vacuole, സങ്കോചന ഫേനം അല്ലെ, that do the function excretion and osmoregulation. ഓരോ പ്രാവശ്യവും സ്യൂഡോപോഡിയ ഒരു ഫുഡ് വാക്യൂൾ ഡെവലപ്പ് ചെയ്ത് ഫുഡിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടി ഇതിൽ കൂടും. അപ്പൊ ആ increased amount of water must be eliminated, and for that water is collected into the contractile vacuole. Later it is eliminated, and as well as it collect the nitrogen waste from the cell. Up it do the function excretion. In respiration, the basic function is done
through body surface എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ? സെൽ സർഫസ്. സെൽ സർഫസ് ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ ഇവിടെ ഓർഗൻ ലെവൽ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് പ്രസന്റ്. എന്നാൽ in multicellular organism it is done by different tissue or organ system level organization. Then high degree of operational efficiency is present in multicellular organism. ഇനി തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറേ ഫിസിയോളജിക്കൽ പ്രോസസ്സസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുൻപത്തെ ഒരു ബാച്ച് കുട്ടികൾ ചെയ്തു തന്നിട്ടുള്ള ഒരു CE വർക്ക് ആക്ടിവിറ്റിയാണിത്. ഇവിടെ എല്ലാ ഓർഗൻസും നമ്മുടെ ശരീരത്തില് എല്ലാ ഓർഗൻസും പ്രവർത്തിക്കുന്നത് ഒരു ടൗൺഷിപ്പ് പോലെ ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ടിഷ്യൂസ്, സെൽസ് അല്ലെ, ഒരു സെല്ലിനെയാണ് ഇവര് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഒരു വീട് പോലെ. ഓരോരോ വീടായിട്ട് സെല്ലുകൾ സ്ഥിതി ചെയ്യാണ്. അപ്പോ പല പല കുറെ സെൽസ് കൂടിച്ചേരുമ്പോൾ അത് ടിഷ്യൂസ് ആവും. നമുക്കറിയാം അങ്ങനെ ശരീരം മൊത്തത്തിൽ എല്ലായിടത്തും ഇതേപോലെ ടിഷ്യൂസ് ഉണ്ട്. അവരാകെ ഒരു 2-3 എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ വീട്ടിലേക്ക് നമുക്കറിയാം, ഒരു വീട് അടുപ്പെരിയണമെങ്കിൽ അവിടേക്ക് എന്ത് വരണം? ഫുഡ് മോളിക്യൂൾസ് എത്തണം അല്ലെ, ഫുഡ് ഫ്യൂവൽസ് എത്തണം. ആ ഫുഡ് ഫ്യൂവൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ ചുറ്റിനും അവിടേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു റോഡ് പോലെ ഒരു ഇത് കാണാം. അതെന്താണ്? നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഈ റോഡുകളൊക്കെ ഏതാ? ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ് ഒക്കെയാണ്. അങ്ങനെ അതുവഴി ഈ ഓരോ വീട്ടിലേക്കും, അതായത് ഓരോ സെല്ലിലേക്കും എന്തെത്തും? Yes, the food molecules, food fuels in the form of glucose, amino acid, അങ്ങനെ ഫുഡ് ഫ്യൂവൽസ് എത്തും. അങ്ങനെ അരി മാത്രം എത്തിയ പോരല്ലോ, അത് വേവിച്ച് ചോറാക്കണമെങ്കിൽ നമുക്ക് എന്താ അറിയാം, നമുക്ക് ഗ്യാസും കൂടെ വരണം അല്ലെ, ഓക്സിജനും കൂടെ വരണം. അപ്പൊ ആ ഓക്സിജനും ഈ വഴിയിൽ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഫ്യൂവൽസ് ആർ ഓക്സിഡൈസ്ഡ്. അപ്പൊ എന്തുണ്ടാവുക? എനർജി ഉണ്ടാവും. ആ എനർജി ഇൻ ദ ഫോം ഓഫ് ATP, അത് അവിടെ അളമാരിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാം ഇൻ ദ ഫോം ഓഫ് ATP. അപ്പൊ ഈ സെല്ലിന് ആവശ്യത്തിന് പണിയെടുക്കാൻ, പെട്ടെന്നുള്ള പണിക്ക് ഈ ATP എടുത്തിട്ട് അവർക്ക് വർക്കുകൾ ചെയ്യാം. അതിന് ഷോർട്ടേജ് വരുന്നതിനനുസരിച്ച് ഫുഡ് ഫ്യൂവലിനെയും ഓക്സിജനെയും അത് കളക്ട് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് എനർജി ലിബറേറ്റ് ചെയ്യും. ഒപ്പം എന്തുണ്ടാവും? കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാലോ, ഏതൊരു വീട്ടിലും കുറെ പണികളൊക്കെ ചെയ്യുമ്പോൾ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഒക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ അമോണിയ ആയിട്ട് പുറത്തു വരാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തു വരാം. ഓക്കെ, അപ്പൊ അവർ അതും കാണിച്ചിട്ടുണ്ട്, വേസ്റ്റും പുറത്തു വരുന്നതായിട്ട്. അപ്പൊ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ, വീടുകൾ, സെല്ലുകൾ, അങ്ങനെ ടിഷ്യൂസ് ഈ ശരീരം മുഴുക്കുണ്ട്. അപ്പോ എല്ലായിടത്തും ഈ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെല്ലാം ഏകോപിപ്പിക്കാൻ പല പല വർക്കുകൾ, അവിടെ എല്ലാം വേസ്റ്റ് റിമൂവൽ വേണം, ഫുഡ് എത്താൻ വേണം അല്ലെ, ആ വക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പല പല കാര്യങ്ങളുണ്ട് അവിടെ. എന്തൊക്കെയാ? ഒരു ഗ്ലൂക്കോസ് ഫാക്ടറി കാണാണ്ടല്ലോ, എന്തായിരിക്കും അത്? അതായത് ഫുഡ് മെറ്റീരിയൽസ് ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെ, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഡൈജസ്റ്റ് ചെയ്ത് ഇൻഡസ്ട്രൈനിൽ നിന്നാണ് അത് അബ്സോർബ് ചെയ്ത് ഈ ബ്ലഡിലേക്ക് കയറുക. അതുപോലെ തന്നെ വേസ്റ്റ് വരുന്ന നൈട്രോജീനസ് വേസ്റ്റിനെയൊക്കെ ബ്ലഡ് വഴി കളക്ട് ചെയ്ത് വരുമ്പോൾ അതിനെ ശേഖരിച്ചു വെച്ചിട്ട് യൂറിയ ആക്കി കൺവേർട്ട് ചെയ്യുന്ന യൂറിയ ഫാക്ടറി ഉണ്ട്. അതാരായിരിക്കും? ലിവർ ആയിരിക്കും. അതുപോലെ മുനിസിപ്പാലിറ്റി വേസ്റ്റ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ട് കളയുന്നത് മുനിസിപ്പാലിറ്റി അല്ലേ, ശേഖരിച്ച് കളയുക, ഫിൽട്ടർ ചെയ്ത് കളയുക, ആസ് ദ കിഡ്നീസ്. എന്നാൽ ഇതിനെല്ലാം ഇങ്ങനെ ഈ ഒരു വർക്ക് നിലനിർത്തുന്നത് എന്താണ്? ഓക്സിജനും എല്ലാം സപ്ലൈ ചെയ്തിട്ട് ഹാർട്ടാണ് അല്ലെ. അപ്പൊ ഹാർട്ട് ഒരു ഹോസ്പിറ്റലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലങ്സ് ഒരു ട്രാഫിക്കൽ സിഗ്നൽ, ഹാർട്ടിനകത്തെ ചേമ്പേഴ്സ് അവര് ട്രാഫിക്കൽ സിഗ്നൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരുടെ കാണിച്ചിട്ടുണ്ട്. അപ്പോ അത് ഇവിടെ കണ്ടോ, അതൊരു ഫ്ലാപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കായിരുന്നു. അതൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് എഴുതിയേക്കണേന്നും കൂടെ കാണാം. അപ്പോൾ ഇതുപോലെയുള്ള CE ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറൊരു തരത്തിൽ നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു വിഷിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. That is division of labor in multicellular organisms. Multicellular organisms are made up of different types of cells performing different functions. അപ്പോൾ നമുക്ക് കാണാം, അതിൽ ഏതൊരു മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിലും ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സെൽസ് കാണാം.
ഈ different varieties of cells, they are different in shape, size, structure, and having different functions. ഓരോ സെല്ലിനും different functions ആണ് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇത്തരം സെല്ലുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തിയതാണ്. അങ്ങനെ ഡിഫറെന്റ് സെൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി അതിൽ കൂടെ പോകണമെന്ന് മാത്രം. അപ്പോ സെൽസ് കൂടി ചേർന്ന് എന്തുണ്ടാവും? ടിഷ്യൂസ്. Then what is tissue? When a group of cells joined by intercellular substance and perform a specific function, that association of cells is called tissues. കുറെ സെല്ലുകൾ വെറുതെ കൂടിച്ചേരല്ല. നമുക്കറിയാം, കുറെ ഇഷ്ടിക വെച്ചാൽ വീടാവില്ല, അതിന്റെ ഇടയിൽ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് വേണം അതിനെ ഉറപ്പിച്ചു നിർത്താൻ. അതുപോലെ സെല്ലിന്റെ ഇടയിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ് വേണം സെല്ലുകളെ കൂട്ടിച്ചേർക്കാൻ. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ കുറെ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് ഇന്റർസെല്ലുലാർ മാട്രിക്സ് പെർഫോം എ കോമൺ ഫംഗ്ഷൻ, then it is organized as tissue. Then it is known as tissue. അങ്ങനെ എത്ര തരം ടിഷ്യൂസ് ഉണ്ട്? 4 type tissues. That 4 type tissues are organized in specific proportion and pattern, and that group of tissues is known as organ. അപ്പൊ ഏതൊരു ഓർഗൻ എടുത്താലും അതിൽ ഈ 4 type tissues കാണും. And organs are again worked together by some physical chemical interactions to perform a common function. പല പല ഓർഗൻസ് അതിന്റെ ഫിസിക്കൽ കെമിക്കൽ ഇന്ററാക്ഷൻസ് വഴി അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതെന്താവും? ഒരു ഓർഗൻ സിസ്റ്റം ആവും. ദാറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻ സിസ്റ്റംസ് ആർ പ്രസന്റ് ഇൻ എ ഓർഗാനിസം. അപ്പൊ ഒരു കളക്റ്റീവ് വർക്ക് ഓഫ് ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റം, ഡിഫറെന്റ് ഓർഗൻസ്, ഡിഫറെന്റ് ടിഷ്യൂസ്, ഡിഫറെന്റ് സെൽസ് ആർ പ്രസന്റ് ഇൻ എൻ ഓർഗാനിസം. ദെൻ ദ ടിഷ്യൂ. നമ്മള് ഇനി ടിഷ്യൂസ് എന്ന ബേസിക് കോൺസെപ്റ്റിലേക്കാണ് കടന്നു വരുന്നത്. അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പൊ വിച്ച് ആർ ദ 4 മേജർ ബേസിക് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്? വാട്ട് ഈസ് ടിഷ്യൂ എന്ന് നിങ്ങൾ പഠിച്ചു. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ആൻഡ് ടു പെർഫോം എ കോമൺ ഫംഗ്ഷൻ. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ദാറ്റ് ടിഷ്യൂസ്, ആർ divided into 4 major tissues. Which are the 4 major tissues? Epithelial tissue, connective tissue, nervous tissue, and muscle tissue. Here the epithelial tissue. നോക്കൂ, epithelial tissue തന്നെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് അറിയാം അത് പല ടൈപ്പ് ഉണ്ട് എന്ന്. നമുക്ക് ഇതെല്ലാം പിന്നീട് പഠിക്കാം. Now just to say epithelium. Okay. Then this is the connective tissue. They are different type of connective tissue. ഓരോന്നും collectively called as connective tissue. പലതരം അല്ലെ? അതിന്റെ ഫിഗേഴ്സ് കാണുമ്പോൾ അറിയാം ഓരോന്നും ഡിഫറെന്റ് പാറ്റേൺ ആണ്. മസിൽസ്, അത് ആകെ 3 ടൈപ്പ് ഉള്ളൂ. 3 type muscle tissue present. Then the nervous or neural tissue. ന്യൂറൽ ടിഷ്യൂവിൽ ന്യൂറോൺ ഉണ്ട്, അതിനെ കവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചില കവറിങ്സും ഉണ്ട്. അപ്പോ ന്യൂറൽ ടിഷ്യൂ. ഇനി ഓരോന്നായി നമുക്ക് നോക്കാം. ദ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇതാണല്ലോ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്, എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ആ ഫിഗറിനൊന്ന് നോക്കി നോക്കൂ. ദാറ്റ് ഈസ് ദ എപ്പിത്തീലിയം. എപ്പിത്തീലിയം എന്ന ഈ ടിഷ്യൂവിന് ഒരു ഫ്രീ ബോർഡറും ഒരു ബേസൽ സർഫസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ എപ്പിത്തീലിയൽ സെൽസ് ദർ പ്രസന്റ് നോ മാട്രിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലുകളുടെ ഇടയിൽ മാട്രിക്സ് അങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചു എന്ന്. പക്ഷെ എപ്പിത്തീലിയത്തിന്റെ ഒരു പ്രത്യേകത, ദേ ആർ ഇൻടാക്ട്, അറേഞ്ച്ഡ് ആൻഡ് വിത്തൗട്ട് മാട്രിക്സ്. ആൻഡ് ദ എപ്പിത്തീലിയൽ സെൽസ് ആർ അറ്റാച്ച്ഡ് ഓൺ എ ബേസ്മെന്റ് മെമ്പറൈൻ. നോക്കൂ, ഇവിടെ കണ്ടോ, ഒരു നമ്മൾ വെറുതെ ഇഷ്ടിക ഇങ്ങനെ നിരത്തി വെക്കുക അങ്ങനെയല്ലല്ലോ. അത് ഇഷ്ടിക വെക്കുന്നതിന് മുൻപ് നമുക്കറിയാം ആദ്യം തന്നെ ഒരു സിമെന്റ് അങ്ങോട്ട് തേച്ച് വെക്കും, എന്നിട്ടാണ് അവിടെയാണ് ഇഷ്ടിക പറക്കി വെക്കുക അല്ലെ. ഇവിടെ ഇതിന്റെ ഇടയിൽ സ്പേസ് ഇട്ടിട്ടില്ല എന്ന് മാത്രം. ഇവര് ഭയങ്കര ടൈറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ബട്ട് ദ സെൽസ് ആർ അറ്റാച്ച്ഡ് ഓൺ എ ബേസ്മെന്റ് മെമ്പറൈൻ. ഓക്കെ. Then they are compactly packed without any or little matrix. And what is the function? Or it is a protective layer. അപ്പൊ എവിടെയാണ് ഇത് കാണുക എന്ന് കൂടി ഓർക്കാം. പ്രൊട്ടക്റ്റീവ് ലെയർ ആവുമ്പോൾ എവിടെയാ കാണുക? എവിടേക്കാണ് ബോഡി ഫേസ് ചെയ്യുന്നത്, മറ്റ് എൻവയോൺമെന്റുമായിട്ട് ഫേസ് ചെയ്യുന്നത്? ഒരു സ്ഥലം സ്കിൻ സർഫസ് ആണ്, ദാറ്റ് ഈസ് ദ ബോഡി ഫേസ് ഔട്ട്സൈഡ്, ആസ് വെൽ ആസ് ദ ഹോളോ ഓർഗൻസ്, ദ ഇന്നർ ഏരിയ ഓഫ് ഹോളോ ഓർഗൻസ്, ബ്ലഡ് വെസൽസോ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ തുടങ്ങിയ ഹോളോ ഓർഗൻസ്, അതിന്റെ ഇന്നർ ലൈനിങ്, അവിടെയും ആ ബോഡി സർഫസ് ഈസ് കോണ്ടാക്ട് വിത്ത് എക്സ്റ്റേണൽ ഏരിയ അല്ലെ.
അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ആര് ടൈപ്പ് സെൽസ് ആയിരിക്കും? എപ്പിത്തീലിയൽ സെൽസ്. Epithelial cells are present on the free surfaces, act as a protective layer. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ഇത് ചെയ്യാത്ത പണിയൊന്നും ഇല്ല എന്ന് കാണാം. പ്രൊട്ടക്റ്റീവ് ആൻഡ് കവറിങ്, സെക്രീഷൻ. സ്റ്റൊമക്കിലൊക്കെ ആവുമ്പോൾ സെക്രീറ്റ് ചെയ്യില്ലേ, ചില ഗ്യാസ്ട്രിക് ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യണം, അപ്പൊ അബ്സോർപ്ഷൻ. പിന്നെ ചില മെറ്റീരിയൽസ് മൂവ് ടുവേഴ്സ് എ സ്പെസിഫിക് ഡയറക്ഷൻ. നമ്മുടെ ട്രക്കിയയിലൊക്കെ ബ്രോങ്കിയോൾസിലൊക്കെ അവിടെ കാണുന്ന ചില എപ്പിത്തീലിയൽ സെൽസ് അവിടെയുള്ള ചില ഫോറിൻ മെറ്റീരിയലിനെ നമ്മൾ ചുമക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് തള്ളി നീക്കില്ലേ, അങ്ങനെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മൂവ് പാർട്ടിക്കിൾസ് ടുവേർഡ്സ് എ സ്പെസിഫിക് ഡയറക്ഷൻ. ദെൻ ഫിൽട്രേഷൻ, ഡിഫ്യൂഷൻ, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ദേ ആർ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദേ ആർ സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സിമ്പിൾ എന്ന് വെച്ചാൽ സിംഗിൾ ലെയർ ഓഫ് സെൽ. ഈ പടവും കൂടി ഒന്ന് ഒത്തു നോക്കിക്കോളൂ. സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം. വ്യത്യാസം, ഇത് ഈസ് സിംഗിൾ ലെയർ, ദിസ് ഈസ് മെനി ലെയർ. ഇവിടെ സിംഗിൾ ലെയർ ഉള്ളൂ, അതുകൊണ്ട് ഓൾ ദ സെൽസ് get an opportunity to attach on the basement membrane. പക്ഷെ ഇവിടെയോ only the deepest layer attached to the basement membrane. Okay. And which one is more adapted for protection? As this one. like കുറേ വരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇവരാണ് ഏറ്റവും നല്ല പ്രൊട്ടക്ഷന് പറ്റിയത്. പ്രൊട്ടക്ഷൻ. അപ്പൊ എവിടേക്കാണോ പ്രൊട്ടക്ഷൻ നീഡഡ്? മെക്കാനിക്കൽ, കെമിക്കൽ സ്ട്രെസ് നീഡഡ്, അതായത് ഡ്രൈ സർഫസ് ഓഫ് സ്കിൻ, മോയ്സ്റ്റ് സർഫസ് ഓഫ് ബക്കൽ കാവിറ്റി, പാഡിങ്സ്, ലൈനിങ് ഓഫ് സലൈവറി, ലാർജ് സലൈവറി ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട്, അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത് കാണും, ദ കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണും. എന്നാൽ ഈ ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയം എവിടെയാ കാണുക? അങ്ങനെ പ്രൊട്ടക്ഷൻ അല്ല. ഇവരെ കൊണ്ട് എന്തായിരിക്കും പ്രയോജനം? സെക്രീഷൻ. കണ്ടോ, ഇതിൽ നിന്ന് പുറത്തേക്ക് വേഗം കടക്കാനും അതുപോലെ പുറത്തുനിന്ന് കുറെ വേഗം മെറ്റീരിയൽസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും സിംഗിൾ ലെയർ ആയതുകൊണ്ട് സാധിക്കും. അപ്പോ സെക്രീഷനും അബ്സോർപ്ഷനും ഒക്കെ, ഡിഫ്യൂഷൻ, അതിനൊക്കെ യോജിച്ച എപ്പിത്തീലിയം ഏതാണ്? സിമ്പിൾ എപ്പിത്തീലിയം. അപ്പൊ അത് എവിടേക്കാ കാണാം? ആൽവിയോളൈ, ദാറ്റ് ഈസ് ദ എയർ സാക്സ് ഇൻ ദ ലങ്സ്. ലങ്സിന്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ദെൻ ഫൈനർ ബ്ലഡ് കാപ്പിലറീസ്. എല്ലാ ബ്ലഡ് വെസലിന്റെ ഉള്ളിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയർ കാണും, പക്ഷേ ഇതിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാൻ സാധിക്കുന്നത് ഫൈനർ ബ്ലഡ് കാപ്പിലറീസ്, ലോമികകൾ. ഓക്കെ. ദെൻ ലൈനിങ് ഓഫ് സ്റ്റൊമക്, ആമാശയത്തിന്റെ ഉൾഭിത്തി. അപ്പൊ ഇതെല്ലാം ഈ സ്ഥലങ്ങളിലൊക്കെ ഈ തരം എപ്പിത്തീലിയം കാണും. ദെൻ കോമ്പൗണ്ട് എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞു. കോമ്പൗണ്ട് എപ്പിത്തീലിയം അപ്പൊ നമ്മുടെ വായയുടെ ഉൾഭാഗം, ചീക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം ഏതായിരിക്കും? സിമ്പിൾ ആയിരിക്കും, കോമ്പൗണ്ട് ആയിരിക്കും? യെസ്, കോമ്പൗണ്ട് ആണ്. ചീക്ക് എപ്പിത്തീലിയം, വായയുടെ ഉൾഭാഗത്ത് ബക്കൽ കാവിറ്റിയിൽ ഉള്ള എപ്പിത്തീലിയം കോമ്പൗണ്ട് എപ്പിത്തീലിയാണ്. പക്ഷെ ആ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് അതിന്റെ നേച്ചർ, ഒരു പാറ്റേൺ, അതിന്റെ ഷേപ്പ് സ്ക്വാമസ് എന്നുള്ള ഒരു പാറ്റേണിലാണ്. അതുകൊണ്ട് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്നാണ് അതിന് പറയാ. ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ലാബില് ചെയ്യാനുണ്ടത്. സെൽസ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുക. നമ്മൾ സെല്ലിനെ ഒരു സ്ലൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള സ്ട്രെയിനൊക്കെ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്കത് സെല്ല് ഇതുപോലെ കാണാൻ. കണ്ടോ, സ്ക്വാമസ് എപ്പിത്തീലിയം എന്നാണ്. ഇത് പല ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ബക്കൽ കാവിറ്റിയിൽ. അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഒരു മിഠായി തിന്ന അതിന്റെ കൂടെ പോകാനുള്ളതല്ലേ ഉള്ളൂ ഒരു വലിയ കോശം. അപ്പൊ ഇത് കണ്ടോ, കുറെ ലെയേഴ്സ് ഓഫ് സെൽസ് ഈസ് പ്രസന്റ് ഇൻ ദ ബക്കൽ കാവിറ്റി. ആ സെൽ ഏതാണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയം എന്നാണ് അതിനെ പറയാ. ഇനി നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം, സിംഗിൾ ലെയറിൽ കാണുന്ന സിമ്പിൾ എപ്പിത്തീലിയം നോക്കൂ. ഇവിടെ ഏത് ഫിഗർ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാം അത് സിംഗിൾ ലെയറിലാണെന്ന്. പക്ഷെ എന്താ വ്യത്യാസം? ഓരോന്നിന്റെ ഷേപ്പില് കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. ഓക്കെ, ആ പേരുകളൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി നമ്മള് ഒരു സ്കിമാറ്റിക് നമുക്കൊരു ടേബിൾ പോലെ ഇതിനെല്ലാം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഇത് പഠിക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ, നമുക്ക് ഈ 4 ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാം സിംഗിൾ ലെയർ ആണ്. പക്ഷെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. ഓരോന്ന് കാണുന്നതും അതിന് വേണ്ട യോജിച്ച സ്ഥലങ്ങളിലാണ്.
അപ്പൊ അതിനുള്ള ഫംഗ്ഷൻ അവിടെ അത് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഇതിനെ ഒന്ന് പഠിച്ചിരിക്കണം. അപ്പൊ സ്ക്വാമസ്, വിച്ച് ആർ ദ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ്? They are divided into 4 types: squamous, cuboidal, columnar, ciliated. അതിൽ സ്ക്വാമസ്, കോമ്പൗണ്ട് സ്ക്വാമസ് ആണ് നമ്മൾ പറഞ്ഞത്, ബക്കൽ ക്യാവിറ്റിയിൽ കാണുന്നു. സിമ്പിൾ സ്ക്വാമസ് എവിടെയാണ്? നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് കാപ്പിലറീസ് ആൻഡ് ആൽവിയോളൈ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകത സിംഗിൾ തിൻ ലെയർ ഓഫ് സെൽസ്. ഇവിടെ എല്ലാം സിംഗിൾ തിൻ ലെയർ ഓഫ് സെൽസ് ആവും. ഇവിടുത്തെ പ്രത്യേകത സെൽസ് വിത്ത് ഇറഗുലാർ ബൗണ്ടറീസ്. സെൽസ് വിത്ത് ഇറഗുലാർ ബൗണ്ടറീസ്. അതിന്റെ ബൗണ്ടറി അങ്ങനെ കൃത്യമായി വെച്ചിട്ടില്ല, അതിന് ഷേപ്പ് ഒന്നും ഇല്ല എന്നർത്ഥം, ഇറഗുലാർ ബൗണ്ടറി. അതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ ഫ്ലാറ്റൻഡ്, വളരെ നേരിയതാണ്, അതുകൊണ്ടല്ലേ സെക്രീഷൻ അബ്സോർപ്ഷൻ ഒക്കെ നടത്താൻ പറ്റണേ. ദെൻ പ്രോമിനന്റ് ന്യൂക്ലിയസ് പ്രസന്റ്, ഒരു വലിയ ന്യൂക്ലിയസ് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഫീച്ചേഴ്സ് കിട്ടിയല്ലോ സ്ക്വാമസ്. ദെൻ എവിടെ കണ്ടത്? നമ്മൾ പഠിച്ചു. എന്താ ഫംഗ്ഷൻ? ഡിഫ്യൂഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, അതിനൊക്കെയും ഈ സ്ക്വാമസ് എപ്പിത്തീലിയം ഹെൽപ്പ് ചെയ്യും. Then cuboidal epithelium. In cuboidal epithelium is single cube shaped cells. Single cube shaped cells. കണ്ടോ, സെൽസ് ക്യൂബ് പോലെയാണ് കാണുക. ക്യൂബ് ഷേപ്ഡ് സെൽസ്, അതാണ് അതിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ, ഗ്ലാൻഡുകളിലും നെഫ്രോണിന്റെ ഒക്കെ ട്യൂബുലാർ പാർട്ടിലേക്കാണ് ഇതിനെ കാണുക. അവിടെയും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഇനി കൊളുംനാർ എപ്പിത്തീലിയം ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ തന്നെയാണ്. ഇത് കൂടുതൽ കാണുന്നത് സ്tomachിലാണ്, ഇന്റസ്റ്റൈനിലും സ്tomachിലൊക്കെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ഈ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ന്യൂക്ലിയസ് കൂടുതലും ഈ പെരിഫറി, അറ്റത്തേക്ക് ചെല്ലണില്ല. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ബേസ്, ഏറ്റവും അടിഭാഗത്തേക്ക് വന്നു നിൽക്കും ഇതിന്റെ ന്യൂക്ലിയസ്. അങ്ങനെ നിൽക്കുമ്പോ ഇതിന് കോളം പോലെ അല്ലെങ്കിൽ പില്ലേഴ്സ് പോലെ ആയിരിക്കും ഈ സെല്ലിന്റെ ഒരു ഷേപ്പ്. അപ്പൊ സെൽസ് ആർ ടോൾ പില്ലേഴ്സ് ലൈക്ക്, അല്ലെങ്കിൽ കോളം ലൈക്ക് സെൽസ് ആണ്. പിന്നെ ന്യൂക്ലിയസ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ദ സെൽ. അപ്പോ ഇത് സ്റ്റൊമക്കിൽ, ഇൻഡസ്റ്റൈനിൽ കാണുന്നു പറഞ്ഞു. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് കൂടുതൽ ചാൻസ്. കാരണം ന്യൂക്ലിയസ് ഇതിന്റെ ഈ തുമ്പത്ത് കാണുകയാണെങ്കിൽ ചിലപ്പോ ഇതിന് എന്തെങ്കിലും തകരാറ് പറ്റിയ ആ സെല്ലിന്റെ ന്യൂക്ലിയസ് തന്നെ പെട്ടെന്ന് ഇല്ലാതായി പോകും. അതുകൊണ്ട്, കാരണം ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെൽസ് ആണ് ഈ സിമ്പിൾ കൊളുംനാർ സെൽസ്. ദെൻ സീലിയേറ്റഡ് സെൽ. നോക്കൂ, ഇവിടെ എന്താ, ഈ സീലിയേറ്റഡ് സെല്ല് 2 തരം ഉണ്ട്. അതിൽ ചിലപ്പോ കൊളുംനാർ സെൽ പോലെ ഇരിക്കാം, അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെല്ല് പോലെ ഇരിക്കാം. പക്ഷെ ഇവിടെ പ്രത്യേകത, ദ ഫ്രീ എൻഡ് ഓഫ് ദീസ് എപ്പിത്തീലിയൽ സെൽ ദർ പ്രസന്റ് സം സീലിയ. ഇങ്ങനെ സീലിയ എന്നാ കണ്ടോ, അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നാര് പോലെ എന്തോ സംഭവം ഇരിക്കുന്നത്. ദാറ്റ് അറ്റ് ദ ഫ്രീ ബോർഡർ ദർ പ്രസന്റ് സീലിയ. എന്തിനാണത്? ദാറ്റ് വിത്ത് ദാറ്റ് സീലിയ, ദാറ്റ് ഫോറിൻ എനി പാർട്ടിക്കിൾ ക്യാൻ move towards a specific direction by the peculiar movement of cilia. അപ്പൊ അത്തരം ഒരു ഫീച്ചർ ഈ സെല്ലിനുണ്ട്. ഇത് ഈ വല്ല മെറ്റീരിയൽസിന് ഇതിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഈ സീലിയ ഇങ്ങനെ തള്ളി തള്ളി വിടുകയാണ് ചെയ്യുക. അപ്പൊ ഇത് എവിടെയായിരിക്കും കാണുക? ഇറ്റ് പ്രസന്റ് ഇൻ ദ ബ്രോങ്കിയോൾസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട്, അണ്ടവാഹിനി കുഴൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഫീമെയിൽ എന്താണ് റിപ്രൊഡക്റ്റീവ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്ട്. അപ്പൊ അതിന്റെ അകത്ത് ഓവത്തിനെ തള്ളി നിൽക്കാനായിട്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റില് നമ്മൾ പറയില്ലേ എന്തെങ്കിലും മ്യൂക്കസ് മെറ്റീരിയൽസിനെ തള്ളി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സീലിയ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും ഫങ്ഷൻസ് പഠിക്കുക. സ്ക്വാമസ്, ഇവിടെ ഡിഫ്യൂഷൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫങ്ഷൻ ഡിഫ്യൂഷൻ ആണ്. കാരണം കാപ്പിലറീസിലും ആൽവിയോൾസിലും ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് നടക്കുക? മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് കടത്തി വിടുകയൊക്കെ ചെയ്യുക. അപ്പോ അവിടെ അതിന് ഡിഫ്യൂഷൻ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ഫങ്ഷൻസും പഠിക്കുക. പ്രധാനമായിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക. പിന്നെ ഇതിന്റെ പടം തന്നാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. ഇത്രയും വെച്ച് നമുക്ക് ഇന്ന് നിർത്താം. താങ്ക് യു.